പലതരത്തിലുള്ള മാർക്കറ്റിംഗ് ഗിമിക്കുകൾ നമ്മൾ കാണാറുണ്ട്. പല കമ്പനികളും പല രീതിയിലാണ് മാർക്കറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത്. അവർ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ആ സ്ട്രാറ്റജീസ് ചെയ്യുന്നത്. ഗ്രേപ്സ് പലപ്പോഴും റൂറൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ പറ്റിയൊക്കെ കാര്യമായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ പ്രദേശങ്ങളിൽ കൊമേഴ്ഷ്യലി ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് എത്തിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ച് കാണാറുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഗ്രേപ്സിൻ്റെ മാർക്കറ്റിംഗ് ഗിമിക്കുകളാണോ, അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണോ, അതോ യഥാർത്ഥത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് രസകരമായൊരു സബ്ജക്റ്റാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും നമ്മുടെ സൊല്യൂഷൻസ് ധാരാളം പേര് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഗ്രേപ്സ് എന്ന് ചെയ്യുന്ന അത്രയും ട്രിക്കി മാർക്കറ്റിംഗ് മറ്റേതെങ്കിലും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ കമ്പനീസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഡൗട്ടാണ്. കാരണം കഴിഞ്ഞ 25 കൊല്ലം നമ്മൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും ചെയ്തിട്ടുണ്ട്, മിഷൻ ഹോസ്പിറ്റലും ചെയ്തിട്ടുണ്ട്, ക്ലിനിക്കുകൾ ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ കോളേജസ് ചെയ്തിട്ടുണ്ട്, ലോങ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് ആഫ്റ്റർ സെയിൽസ് സർവീസാണ് ഏറ്റവും നല്ല മാർക്കറ്റിംഗ് ടൂൾ. ഗ്രേപ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും മനോഹരമായ സ്പീഡിനുള്ള സൊല്യൂഷൻസ് ഓർക്കണേ, 100 കണക്കിന് ഹോസ്പിറ്റൽസാണുള്ളത്. നമ്മുടെ സപ്പോർട്ടിംഗ് പോർട്ടലുണ്ട്, ഗ്രേപ്സ് കെയർ എന്ന് പറഞ്ഞാൽ. മുൻപ് അതിൻ്റെ പേര് ഗ്രേപ്സ് ഹെൽപ്പ് ഡെസ്ക് എന്നായിരുന്നു. ഗ്രേപ്സ് കെയർ എന്ന പേരുള്ള സപ്പോർട്ടിംഗ് പോർട്ടലുണ്ട്. അവിടെ എപ്പം നിങ്ങളെടുത്ത് നോക്കിയാലും വിരലിലെണ്ണാവുന്ന ഒരു സപ്പോർട്ട് റിക്വസ്റ്റുകൾ മാത്രമായിരിക്കും ഓൺ പ്രോസസ് അല്ലെ പെൻഡിങ് എന്ന രീതിയിൽ കാണും. ഇത്രയധികം ക്ലയൻസിനെ 100% ഡിജിറ്റലൈസേഷനിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും കുറഞ്ഞ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ എത്രമാത്രം ഹെവി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ മാർക്കറ്റിംഗ് ട്രിക്സ് ആക്ച്വലി ഗീവ് ബെസ്റ്റ് സപ്പോർട്ട് ഫോർ ദ ഹോസ്പിറ്റൽസ് എന്നതാണ്. ഇനി ഇത്രയും മിഷൻ ഹോസ്പിറ്റൽസ്, റൂറൽ ഏരിയയിലുള്ള ഹോസ്പിറ്റൽസ് വർഷങ്ങളായി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഹൈബ്രിഡ് ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ഉള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ വർക്ക് ചെയ്യത്തക്ക വിധത്തിലുള്ള ഏക സോഫ്റ്റ്വെയർ ആണ് ഗ്രേപ്സ് IDMR. ആൾറെഡി ഗ്രേപ്സ് IDMR സാറ്റലൈറ്റ് പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റോബോസ്പേസ് എന്ന പേരിൽ നമ്മൾ ടെലിമെഡിസിൻസ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് റിമോട്ടിലുള്ള സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ടെലിമെഡിസിൻ പലർക്കും അറിയാവുന്ന 15 കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ പ്രൈവറ്റായിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരു ടെലിമെഡിസിൻ സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ഗ്രേപ്സ് IDMRൻ്റെത്. അതിൻ്റെ പേഷ്യൻ്റ് പോർട്ടലുണ്ട്. പേഷ്യൻ്റ് പോർട്ടൽ ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ആണ് നമ്മുടേത്. ആ പേഷ്യൻ്റ് പോർട്ടൽ ടെലിമെഡിസിൻ ഇൻ്റഗ്രേറ്റഡ് ആണ്. അത് സാറ്റലൈറ്റ് ടെക്നോളജീസ് ഇൻ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ഒരു നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെലിമെഡിസിൻ പോർട്ട്ഫോളിയോസ് ആണ്. വളരെ മനോഹരമായി ടെക്നോളജിയെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഒരു ഗ്രേറ്റ് മാർക്കറ്റിംഗ് ട്രിക്ക് തന്നെയാണ് ആ മേഖലയിൽ, അതായത് റൂറൽ ഏരിയയിൽ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാലത്തും മാർക്കറ്റിനെ കൈയടക്കിയിട്ടുള്ളത്.